ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഉടൻ വരാനിരിക്കുന്ന കേരള PSC അവസരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സിന് വരാനിരിക്കുന്ന അവസരങ്ങളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇൻ കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ അതിപ്പോഴും നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി 2/9/2026 അപ്പൊ ഡിപ്ലോമ ഇൻ സിവിൽ ഉണ്ടെങ്കിലും ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നിലവിൽ വന്നത് 18/7/2024 അപ്പൊ 17/7/2027 അതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. ഇതുവരെയും 125 അഡ്വൈസ് ആണ് നടന്നത്. ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷനിൽ നമ്മൾ 100+ അഡ്വൈസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും സിവിൽ എഞ്ചിനീയറിംഗിലും ഡിപ്ലോമയോ ബിടെക്കോ ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ നോട്ടിഫിക്കേഷൻ വിട്ടുകളയരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഉടൻ ആരംഭിക്കുക. ഇപ്പൊ ടെക് PSCയിൽ ഇതിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ദെൻ അടുത്തത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. അപ്പൊ ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേയിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. എന്നാൽ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് എവിടേക്കാണ് പോസ്റ്റിംഗ് കിട്ടുന്നത്? പോളിടെക്നിക് കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിൽ, അതോടൊപ്പം നമുക്ക് ജനറൽ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ടീച്ചറായിട്ട്. ഇപ്പൊ എവിടെ നമുക്ക് ജോലി കിട്ടിയാലും നമ്മുടെ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും. സ്കെയിൽ ഓഫ് പേ ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഒരിക്കലും വിട്ടുകളയരുത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വേണം. എന്തിലാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത. അപ്പൊ ഇവിടെ നമുക്ക് ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് ബിടെക്കാർക്കും എംടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/7/2024 അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകും? 22/7/2027 എക്സ്പയർ ആകും. ഇതുവരെ 128 അഡ്വൈസ് ആണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഡിസംബറിനുള്ളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാ റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതിന് തത്തുല്യമോ അല്ലെങ്കിൽ അതിന് ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഒരിക്കലും വിട്ടുകളയേണ്ടാത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ആരംഭിക്കുക. ഇതിന്റെ കോഴ്സസ് ടെക് PSC ആപ്പിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന വളരെ മികച്ച ഒരു അവസരമാണ് സീനിയർ ഡ്രില്ലർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെ ഡിപ്ലോമയാണ് യോഗ്യത. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ചാൽ അന്നത്തെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 20/7/2024 അപ്പൊ അത് എന്ന് എക്സ്പയർ ആകും? 19/7/2027 ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും. ഇതുവരെ 39 അഡ്വൈസ് ആണ് നടന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ പോസ്റ്റിന്റെ പ്രത്യേകത പരിശോധിച്ചാൽ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് അട്രാക്റ്റീവ് ആക്കുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 45,600 ആണ് ഇതിന്റെ ബേസിക് പേ. അപ്പൊ അവിടെ നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ അതേ സ്കെയിൽ ഓഫ് പേ ആണ് ഇതിന് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്ക് ലോഡ് ഇത്തിരി കൂടുതലായിരിക്കും, അത് നമ്മൾ അവിടെ നോക്കണ്ട. പക്ഷേ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആണ്. വളരെ മികച്ച ഒരു പോസ്റ്റ് ആണ്. ഇതിന്റെ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഡ്രില്ലർ ആണ്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് AE ആയിട്ട് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഈ പോസ്റ്റ് വിട്ടുകളയരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. എല്ലാത്തിനും ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, സീനിയർ ഡ്രില്ലർ ആയിക്കോട്ടെ, ഓവർസിയർ ഗ്രേഡ് 1 ആയിക്കോട്ടെ, ഡിപ്ലോമ ലെവലല്ല, ഒരൊറ്റ പ്രിപ്പറേഷൻ മതി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നിങ്ങൾ തയ്യാറെടുപ്പ് ആരംഭിക്കുക.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് ഇനി വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അടുത്ത വേക്കൻസി വരുന്ന മുറയ്ക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ വിട്ടുകളയാതെ അപേക്ഷിക്കണം. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഓവർസിയർ ഗ്രേഡ് 1 മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറെക്കാളും അതുപോലെ തന്നെ സീനിയർ ഡ്രില്ലറെക്കാളും ഒക്കെ താഴെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. 37,400 ആണ് ബേസിക് പേ. പക്ഷെ ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുന്നത് AE ആയിട്ടാണ്. അപ്പൊ AE എക്സാമുകളൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റാങ്ക് ഒന്നും കിട്ടാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക. കാര്യം നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി AE ആകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ AE ആകാം. കാര്യം ഇതിന്റെ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞ AE ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 23/5/2024 അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകും? 22/5/2027 എക്സ്പയർ ആകും. അപ്പൊ ഇതുവരെ 31 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന് നമ്മൾ ഒരു 20+ അഡ്വൈസസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിവിടെ ഞാൻ പറയാൻ കാര്യം, ഡിപ്ലോമ ലെവലിലുള്ള ഈ വരുന്ന നോട്ടിഫിക്കേഷനെല്ലാം ചിലപ്പോൾ ഒരു കോമൺ പരീക്ഷയായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ പലരും അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ചൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡ്വൈസസ് കൂടുതൽ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ പഠിച്ചവർക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഉള്ളവർക്കും ഡിപ്ലോമ മെക്കാനിക്കൽ ബിടെക് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 10/5/2022 അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പൊ ഉടൻ തന്നെ വേക്കൻസി വരുന്നതനുസരിച്ച് ഉടൻ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഈ ഡിസംബറിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇനി പരീക്ഷ നടക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് 3 ഇൻ ഇറിഗേഷൻ. അപ്പൊ അവിടെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഓൾറെഡി എല്ലാവരും അപ്ലൈ ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ പരീക്ഷാ ഡേറ്റ് ഒക്കെ നമ്മൾ സെപ്റ്റംബറിൽ പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഇതുവരെയും പരീക്ഷയുടെ ഡേറ്റ് വന്നില്ല. അപ്പൊ നമുക്ക് ഈ നവംബറിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന് ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ 40+ അഡ്വൈസസ് ആണ് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVI. ഒരു യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അവസരം. അപ്പൊ അത് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തതാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 26/2026 ആണ്. ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമയും പിന്നെ മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യായിരുന്നു. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഡിസംബറിലൊക്കെ ഇതിന്റെ പരീക്ഷ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇതൊരു ഡ്രീം ജോബായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിന്റെ കോഴ്സസ് ഒക്കെ ടെക് PSCയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ടെക് PSC. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം ഊർജിതമാക്കുക. കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പരീക്ഷ വെയിറ്റ് ചെയ്തിരിക്കുന്ന പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിലും നിങ്ങൾ എല്ലാം അപ്ലൈ ചെയ്ത് വളരെ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ. താങ്ക്